ഹലോ മക്കളെ, ഏവർക്കും ടീച്ച് ലേൺ ആൻഡ് റിപ്പീറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് മാത്സിൻ്റെ ഒരു ക്ലാസ് എടുത്താലോ? എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ എന്ന ചാപ്റ്ററിലുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. വിച്ച് ഫ്രാക്ഷൻ ഈസ് സ്മോളസ്റ്റ്? ഏത് ഭിന്നസംഖ്യയാണ് ചെറുത്? ഇവിടെ നമുക്ക് ഒരു 5 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. 1/2, 1/3, 3/4, 4/5, 5/6. 1/2, 1/3, 3/4, 4/5, 5/6. ഈ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏതാണ് ചെറുത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. ആദ്യം നമ്മൾ ആദ്യത്തെ 2 ഭിന്നസംഖ്യകൾ എന്ത് ചെയ്യുക? പരിഗണിക്കുക. ആദ്യത്തെ 2 ഭിന്നസംഖ്യകൾ എടുക്കാം നമുക്ക്. 1/2, 1/3. 1/2, 1/3. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇത് ക്രോസ് ആയിട്ട് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 3, 1 × 3 എത്രയാണ്? 3, 3. നെക്സ്റ്റ് 1 × 2, 2 × 1 എത്രയാണ് വരുന്നത്? 2, 2. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 3ഉം 2ഉം. ഈ സംഖ്യകളിൽ ഏതാണ് ചെറുത്? 3 ആണോ 2 ആണോ? മക്കൾക്കറിയാലോ, 2 ആണ് ചെറുത്. അപ്പോൾ ഈ 2 ഭിന്നസംഖ്യകളിൽ 1/3 ആണ് ചെറുത്. അപ്പോൾ നമുക്കിനി 1/2 ആവശ്യമില്ല, അത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം നമുക്ക് ഇതിൽ രണ്ടിലും 1/3 ആണ് ചെറുത് എന്ന് കിട്ടി. അപ്പം 1/3 ഇവിടെ നമ്മൾ വെക്കാം. ഇനി അടുത്ത കമ്പയർ ചെയ്യാനുള്ളത് 1/3ഉം 3/4ഉം. നെക്സ്റ്റ് നമുക്ക് തന്ന ഭിന്നസംഖ്യ 3/4 ആണ്. അത് 2 ഭിന്നസംഖ്യകളിൽ ഏതാണ് ചെറുതെന്ന് നമുക്ക് നോക്കാം. 1/3 നമ്മൾ എഴുതി. നെക്സ്റ്റ് 3/4. ഇനി എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 4 എത്രയാണ് വരിക? 4. 1 × 4, 4 ആണ്. ഇനി എത്രയാണ്? 3 × 3, 3 × 3 എത്രയാണ്? 9, 9 ആണ്. ഇവിടെ നമുക്ക് 4ഉം കിട്ടി, 9ഉം കിട്ടി. 4ഉം 9ഉം. ഈ സംഖ്യയിൽ ഏതാ മക്കളെ ചെറുത്? 4. 4 ചെറുതല്ലേ? അപ്പോൾ വീണ്ടും നമുക്ക് എന്തായി? 1/3 ചെറുതാണെന്ന് മനസ്സിലായി. 3/4നേക്കാളും ചെറുതാണ് 1/3. ഇനി നമുക്ക് ഈ 3/4 ആവശ്യമില്ല, അത് നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ചെറുതാണെന്ന് നമുക്ക് കിട്ടിയത് 1/3 ആണ്. 1/3. ഇനി അടുത്ത ഭിന്നസംഖ്യ ഏതാണ്? 4/5. ഇനി 1/3 ആണോ 4/5 ആണോ ചെറുതെന്ന് നമുക്ക് നോക്കാം. ഇതേ സ്റ്റെപ്പ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് 1ഉം 5ഉം 1ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യുക ക്രോസ് ആയിട്ട്. 1 × 5, 5. 1 × 5, 5 ആണ്. ഇനി 3 × 4, 3 × 4 എന്താണ്? 3 × 4, 12 ആണ്. അപ്പോൾ 5ഉം കിട്ടി, 12ഉം കിട്ടി. ഈ 5ഉം 12ഉം കിട്ടിയതിൽ ഏതാണ് ചെറുത്? 5 ആണ് ചെറുത്. 5 ആണ് ചെറുത്. അപ്പം നമുക്ക് മനസ്സിലായി 4/5നേക്കാളും ചെറുത് 1/3 ആണ്. അപ്പം നമുക്ക് ഈ 4/5ഉം ആവശ്യമില്ല, അത് നമുക്ക് മാറ്റി വെക്കാം. 1/3. ഇനി നമുക്ക് ഒരേ ഒരു ഭിന്നസംഖ്യ ബാക്കിയുള്ളൂ, 5/6. ഇനി ഈ 2 സംഖ്യകളിൽ ഏതാണ് ചെറുത് എന്ന് നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ 2 സംഖ്യകൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ. 1 × 6, 1 × 6 എത്രയാണ്?
6. ഓക്കെ, നെക്സ്റ്റ് 3 ഇൻറ്റു 5, 3 ഇൻറ്റു 5 എത്രയാണ് മക്കളെ? 15. 6ഉം 15ഉം നമുക്ക് കിട്ടി. ഈ രണ്ട് സംഖ്യകളിൽ ഏതാണ് ചെറുത്? 6 ആണ് ചെറുത്. അപ്പോൾ ഈ രണ്ട് ഭിന്നസംഖ്യകളിൽ ചെറുത് 1/3 ആണ്. 6 ചെറുതായതുകൊണ്ട് നമുക്ക് 1/3 ചെറുതാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഭിന്നസംഖ്യകളൊന്നും ബാക്കിയില്ല. അപ്പം നമ്മളെ പ്രോബ്ലത്തിൻ്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ, ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷനിൽ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ, ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ 1/3 ആണ്. മനസ്സിലായോ മക്കൾക്ക്? സ്മോളസ്റ്റ് ഏതാണ്? 1/3. ഇതിങ്ങനെ നമ്മൾ കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇത് ഒരു ലൈനിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. 1/2, 1/3, 3/4, 4/5, 5/6. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാം? നമ്മൾ എന്താ പഠിച്ചത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏതാണ് ചെറുത് ഏതാണ് വലുത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്താൽ 1 ഇൻറ്റു 3 3 കിട്ടും, 2 ഇൻറ്റു 1 2 കിട്ടും. അപ്പോൾ 3ഉം 2ഉം കിട്ടിയാൽ 2 ആണ് ചെറുത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഭിന്നസംഖ്യയുടെ ആവശ്യമില്ല. ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും? 1 ഇൻറ്റു 4, 4 കിട്ടി. ഇനി 3 ഇൻറ്റു 3 എത്ര കിട്ടി? 9 കിട്ടി. അപ്പോൾ ഈ രണ്ട് സംഖ്യകളിൽ ഏതാ മക്കളെ ചെറുത്? 4 അല്ലേ? 4 ചെറുത്. അപ്പോൾ ഈ 1/3 തന്നെ എന്തായി? ചെറുതാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത്, എപ്പോൾ ഇത് നമുക്ക് വേണ്ട. അപ്പോൾ നെക്സ്റ്റ് ഭിന്നസംഖ്യ നമുക്ക് നോക്കാം. 1 ഇൻറ്റു 5 എത്രയാണ് മക്കളെ? 5. 1ഉം 5ഉം ഈ ഭിന്നസംഖ്യയുടെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1ഉം 5ഉം ഗുണിച്ച് കിട്ടിയ 5, 3ഉം 4ഉം 12. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി 5 ചെറുതാണ്. അപ്പോൾ ഈ രണ്ട് ഭിന്നസംഖ്യകളിലും ചെറുത് 1/3 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരേ ഒരു ഭിന്നസംഖ്യ മാത്രമേ ഉള്ളൂ, 5/6. 1/3ഉം 5/6 ആണ് നമുക്ക് നോക്കേണ്ടത്. അതും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 6, 6. 3 ഇൻറ്റു 5, 15. 6ഉം 15ഉം കിട്ടി. അതിലേതാ മക്കളെ ചെറുത്? 6 അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി 1/3. ഈ 1/3 ആണ് സ്മോളസ്റ്റ്. 1/3. ഇനി ഈ ഒരു തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ബിഗ്ഗസ്റ്റ് ഏതാണ്, വലുത് ഏതാണ്, ലാർജസ്റ്റ് ഏതാണെന്ന് നോക്കാം. 1/2, 1/3, 3/4, 4/5, 5/6. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഏതാണ് വലിയ ഭിന്നസംഖ്യ? ലാർജസ്റ്റ്, വലുത് ഏതാണ്? ലാർജസ്റ്റ് ഏതാണ്? വലുത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 3, 3. 2 ഇൻറ്റു 1, 2. അപ്പോൾ ഈ രണ്ട് ഭിന്നസംഖ്യകളിൽ വലുതേതാണ് മക്കളെ? 1/2. അപ്പോൾ ഈ 1/3 നമുക്ക് വേണ്ട, വലുതാണല്ലോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ 1/2 വലുതാണ് കിട്ടി. ഇനി അടുത്തത് ഇത്. ഇനി നമ്മൾ ക്രോസ് ചെയ്താൽ 4 ഇൻറ്റു 1, 4. 4 ഇൻറ്റു 1 1 ആണ്. 3 ഇൻറ്റു 2 എത്രയാണ് മക്കളെ? 6 ആണ്. 4ഉം 6ഉം 4ഉം 6ഉം. അപ്പോൾ അതിൽ വലുതേതാണ്? 6. അപ്പോൾ 6 വലുതായതുകൊണ്ട് 3/4 ആണ് നമുക്ക് വലുതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ 1/2 വേണ്ട, 1/3യും വേണ്ട. ഇനി 3/4. നെക്സ്റ്റ് 4/5 ആയിട്ട് കമ്പയർ ചെയ്യാം. നമ്മൾ നേരത്തെ പോലെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 5, 15. 4 ഇൻറ്റു 4, 16.
അപ്പോൾ 15ഉം 16ഉം കിട്ടി. അപ്പോൾ 15ഉം 16ഉം അതിൽ വലുത് ഏതാണ്? 16 അല്ലേ? അപ്പോൾ മക്കൾക്ക് മനസ്സിലായോ? 16 ആയതുകൊണ്ട് 4/5 ആണ് വലുത്. ഇവിടെ വലുത് 16 ആണ്. അപ്പോൾ 4/5 വലുതാണ്. നെക്സ്റ്റ് നമുക്ക് ഒരേ ഒരു ഭിന്നസംഖ്യയും കൂടിയേ ബാക്കിയുള്ളൂ. ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 4 എത്രയാണ്? 6 4 6 × 4 24. ഇനി 5 × 5 25. അപ്പോൾ 24ഉം 25ഉം നമുക്ക് കിട്ടി. അപ്പോൾ 24ഉം 25ഉം 24ഉം 25ഉം അതിൽ 25ആണ് വലുതെന്ന് എല്ലാ മക്കൾക്കും അറിയാമല്ലോ. അപ്പോൾ വലിയ ഭാഗം വലിയത് 25ആണ്. അപ്പോൾ 5/6 ഇതാണ് ലാർജസ്റ്റ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ലാർജസ്റ്റ് ഏതാണ് മക്കളെ? 5/6. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ തന്നിരിക്കുന്ന 1/2 1/3 3/4 4/5 5/6 ഈ ഭിന്നസംഖ്യയിൽ സ്മോളസ്റ്റ് 1/3 ആണ്, ലാർജസ്റ്റ് 5/6 ആണ്. എല്ലാ മക്കൾക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇതുപോലത്തെ പ്രോബ്ലവുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് നിങ്ങളുടെ സപ്പോർട്ടാണ് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ഓക്കെ മക്കളെ, താങ്ക് യു.